അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചിരുന്നു കാട്ടാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ് ആയിട്ടുള്ള ഗ്ലൂ ഗൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ മോളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ സൈസൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ വർക്ക് അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു ഫാബ്രിക് പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫാബ്രിക് അല്ല, സോറി, അക്രിലിക് ആണെന്ന് തോന്നുന്നു. അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ ബോട്ടിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ബേസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നല്ലതാണ്. നെക്സ്റ്റ് ഞാൻ ഒരു ഹൈലൈറ്റർ വിത്ത് ഇറേസറാണ് കേട്ടോ. ഇറേസറുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ അതിന് ബാക്കൊക്കെ നോക്കിയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 5 കളേഴ്സാണ് വരുന്നത്. ലൈറ്റ് പിങ്ക്, ലൈറ്റ് ബ്ലൂ ആൻഡ് ഒരു യെല്ലോ, പിന്നെ ഡാർക്ക് പിങ്ക്, ഡാർക്ക് ബ്ലൂ ആണ്. ഇതിൻ്റെ ഇറേസറിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ ഇത് പോകുന്നതായിരിക്കും കേട്ടോ. അവിടെ ഞങ്ങൾ ഹൈലൈറ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നേ അറിയില്ല. ഹൈലൈറ്ററിൻ്റെ അതേ ഇറേസറിൽ വാങ്ങിച്ചാൽ മാത്രം പോകും. പിന്നെ ഈ ഒരു ലെഡ് പെൻസിലിൻ്റെ കിറ്റാണ്. അതിൽ 3 എണ്ണം വരും, 70 രൂപയാണ്. പിന്നെ ഈ ഒരു വാഷ് ടേപ്പിൻ്റെ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് ഡിസ്പെൻസറാണ്. 9 വാഷ് ടേപ്പ് വിത്ത് ഡിസ്പെൻസറാണ് കേട്ടോ. ഡിസ്പെൻസറിൽ എങ്ങനെ ഇടണം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാനത് അങ്ങോട്ട് വേണ്ടെന്ന് വിചാരിച്ചു. ബട്ട് ഡിസ്പെൻസർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലേഡാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അടിപൊളിയായിട്ട് തന്നെ കീറുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു കളർ കിറ്റാണ് ഞാൻ അൺബോക്സിങ് കിട്ടിയിട്ടുണ്ട്. ഇത് സോഫ്റ്റ് ക്ലേ ആട്ടോ. അതിൻ്റെ അൺബോക്സിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.